RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. DGPയോടാണ് അന്വേഷണത്തിന് സർക്കാർ നിർദ്ദേശം നൽകിയത്. ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ RJD നേതാവ് ശ്രീ വർഗീസ് ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വർഗീസ് ജോർജ്, മുന്നണി യോഗത്തിൽ ഉൾപ്പെടെ നിങ്ങളൊക്കെ ഉന്നയിച്ച ഒരു ആവശ്യമാണ്. അതിലിപ്പോൾ സർക്കാരിന്റെ തീരുമാനം വന്നിരിക്കുന്നു. അന്വേഷണത്തിന് DGPക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? ഒരു നല്ല കാര്യമാണ്. മുന്നണി യോഗത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന ഒരു പോലീസ് ഓഫീസറെ RSSന്റെ ദേശീയ നേതാക്കളെ കണ്ടത് ഇടതുപക്ഷ മുന്നണിയുടെ നയങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് പ്രസ്തുത ഓഫീസറെ ആ ചുമതലയിൽ നിന്നും മാറ്റി ഉള്ള അന്വേഷണമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. എന്നാൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ DGP മുഖേന ഒരു അന്വേഷണം നടത്താം എന്നാണ് ഉറപ്പ് പറഞ്ഞത്. അതാണ് ഇപ്പോൾ ഉത്തരവിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. കാരണം RSSനെ പോയി കാണുക എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ പോലീസ് ഫോഴ്സിലും മറ്റ് സേനകളിലും നമ്മുടെ സാമൂഹിക കർമ്മത്തിലും ഒക്കെ RSSന്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു പോലീസ് ഓഫീസർ RSSന്റെ ദേശീയ നേതാക്കളെ തന്നെ പോയി കണ്ട് കൂടിക്കാഴ്ച നടത്തിയത് കേവലം ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അല്ല, അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയാണ്. ആ പൊളിറ്റിക്കൽ ഇഷ്യൂ ആ നിലയിൽ തന്നെ പരിഹരിക്കാൻ ഗവൺമെന്റിന് ഇച്ഛാശക്തി വേണമായിരുന്നു. പക്ഷേ അത് സ്വീകരിച്ചില്ല. എന്നാൽ ഇപ്പോൾ DGPയെ കൊണ്ട് അന്വേഷണം നടത്തിക്കുന്നു. അത് തന്നെ ഒരു നല്ല കീഴ്വഴക്കമല്ല, പൊളിറ്റിക്കലായുള്ള ഇഷ്യൂ പോലീസ് അന്വേഷിക്കുന്നത്. പക്ഷേ ഗവൺമെന്റ് ഒടുവിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ DGPയെ കൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് നടക്കട്ടെ, അതിന്റെ റിപ്പോർട്ട് കൂടി നമുക്ക് നോക്കാം. അല്ല, അങ്ങനെയെങ്കിൽ ഈ അന്വേഷണത്തിന്റെ പ്രസക്തി എന്താണ് എന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പോൾ DGP ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നത് അത്ര ഒരു സ്വാഗതാർഹമായ ഒരു കാര്യമല്ല. പക്ഷേ അങ്ങനെ നടക്കട്ടെ എന്ന് താങ്കൾ പറയുമ്പോൾ ഒരു അർത്ഥസമ്മതത്തോടെയാണ് ഞാൻ താങ്കളുടെ പരാമർശത്തെ കാണുന്നത്. അതെന്താകും അതിന്റെ ഒരു പരിണിത ഫലം എന്നാണ് താങ്കൾ കരുതുന്നത്? കാരണം ഈ പ്രസ്തുത പോലീസ് ഓഫീസർ തന്നെ സമ്മതിച്ചതാണ് ഞങ്ങൾ പോയി RSS നേതാക്കളെ കണ്ടു എന്നുള്ളത്. അപ്പോൾ അതൊരു വസ്തുതയാണ്, ഒരു ആരോപണമല്ലായിരുന്നല്ലോ. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ LDFനും ഗവൺമെന്റിനും നടപടികൾ സ്വീകരിക്കാമായിരുന്നു. പക്ഷെ അത് സ്വീകരിച്ചില്ല. അതിനു പകരം പോലീസ് അന്വേഷിക്കുക. പക്ഷേ ഇവിടെ ശ്രീ വർഗീസ് ജോർജ്, ഇതൊരു നയവ്യതിയാനത്തിന്റെ കാര്യം കൂടിയാണല്ലോ. CPI എടുത്തു പറയുന്നുണ്ട് ഇത് ഇടതിന്റെ നയമല്ല ഇതെന്നുള്ളത്. ആ നയവ്യതിയാനം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇങ്ങനൊരു അന്വേഷണം എന്നതിനപ്പുറത്തേക്ക് ഈ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP ഇത്തരത്തിലേക്കൊരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് ഇടത് നയവ്യതിയാനം ഉണ്ടാകുന്ന കാര്യമാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഉടനടി തന്നെ ആ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതിലേക്ക് ഇനിയും സർക്കാർ കടക്കാത്തത് എന്തുകൊണ്ടാണ്? ഞങ്ങളതാണല്ലോ ആവശ്യപ്പെട്ടിരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് അതാണ്. അത് ഈ പോലീസ് ഓഫീസറുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നതല്ല. ഏത് പോലീസ് ഓഫീസറാണെങ്കിലും, അത് A or B or C ആരെങ്കിലും, അവിടെ ഒരു വ്യക്തി ഒരു പ്രശ്നമല്ല. സംസ്ഥാന ഗവൺമെന്റ് ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാള് RSS ലീഡേഴ്സുമായി നടത്തിയ കൂടിക്കാഴ്ച, അതാണ് ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇത് കേവലം MK അജിത് കുമാർ RSS കൂടിക്കാഴ്ച മാത്രമല്ല. ഇത് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ രാഷ്ട്രത്തിന്റെ ഗാത്രത്തിലും പോലീസ് സേനയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വർഗീയമായിട്ടുള്ള ശക്തീകരണത്തിനെതിരായിട്ടുള്ള ഒരു സ്വരമായിരുന്നു ഞങ്ങളുടേത്. അതുകൊണ്ട് അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ തന്നെയാണ്. ആ പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ ആ അർത്ഥത്തിൽ ഗവൺമെന്റ് അഭിസംബോധന ചെയ്യണമായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ അത് സാധിച്ചില്ല. ഇപ്പോൾ ഇനി പരിമിതമായിട്ടാണെങ്കിലും ഒരു അന്വേഷണമെങ്കിലും നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതെങ്കിലും നടക്കട്ടെ തന്നെ. ഇപ്പോഴും മാറ്റി നിർത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതെ, അങ്ങനെയാണല്ലോ ഞങ്ങൾ തുടക്കം മുതൽ ഞങ്ങളുടെ നിലപാട്. കാരണം ഒരു അന്വേഷണം നടക്കുമ്പോൾ, പ്രത്യേകിച്ചും ഒരു അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തുമ്പോഴാണല്ലോ ഒരു ഫെയർ ട്രയൽ വരുന്നത്. അതൊരു ശിക്ഷയല്ലല്ലോ. അതെന്തുകൊണ്ടായിരിക്കാം അതിലേക്ക് സർക്കാർ കടക്കാത്തത് ശ്രീ വർഗീസ് ജോർജ്? അന്ന് ഗവൺമെന്റ് മുഖ്യമന്ത്രിയും പറഞ്ഞത് അന്വേഷണം നടത്തിയതിനു ശേഷം നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതായിരുന്നു. ഞങ്ങൾക്ക് മുന്നണിയിലെ ഒരു ഡിസിപ്ലിൻ ഇല്ല എന്നില്ല. കാരണം ഞങ്ങൾ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ്. അതേസമയം തന്നെ ഞങ്ങളുടെ സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സ് ഞങ്ങൾ അവിടെ പറഞ്ഞു. ഗവൺമെന്റ് നയവും വ്യക്തമാക്കി. അപ്പോൾ അങ്ങനെ ഒരു നൂൽപാലത്തിലൂടെ അല്ലേ ഞങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ.
വളരെ നന്ദി ശ്രീ വർഗീസ് ജോർജ് പ്രതികരിച്ചതിന്. അദ്ദേഹം പറയുന്നത് ഇത് ഒരു രാഷ്ട്രീയ വിഷയം തന്നെയാണ്, ഇതിൽ പോലീസ് അന്വേഷണമല്ല വേണ്ടത്, പക്ഷേ അതിനുള്ളൊരു ഇച്ഛാശക്തി സർക്കാർ കാണിച്ചില്ല എന്ന് അദ്ദേഹം ഇപ്പോഴും വിമർശിക്കുകയാണ്. തങ്ങളുടെ മുൻ നിലപാടിൽ, അതായത് ADGP ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള തങ്ങളുടെ മുൻ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ സർക്കാർ അതിന് തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ഈ അന്വേഷണ റിപ്പോർട്ടിന് കൂടി കാത്തിരിക്കുകയാകാം മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം നൽകുന്ന സൂചന.